കൃപാകടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസഞ്ചരരായി അവർ മുന്നേറി. 2 മക്കാബയർ 11:10. ലീസിയാസ് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുന്ന വിവരം മക്കാബായസും കൂട്ടരുമൊക്കെ അറിയുമ്പോൾ മക്കാബായസും കൂട്ടരും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുന്നതിനെയും അങ്ങയുടെ ഇന്നത്തെ ജനത്തെ മുന്നോട്ട് നയിക്കുന്നതിനെയും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ. അപ്പോൾ ദൈവം അവരെ സഹായിക്കുകയും അവർ വിജയം വരിക്കുകയും ചെയ്തു. തൽഫലം അവർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് 2 മക്കാബയർ 11:10 നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസഞ്ചരരായി അവർ മുന്നേറി. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരാജയപ്പെടുന്നതും നമ്മളെ വിഷമപ്പെടുത്തുന്നതും നമ്മുടെ വഴികൾ തടസ്സം നൽകുന്നതും ദുഃഖിപ്പിക്കുന്നതും നിരാശയിലേക്ക് ആഴ്ത്തുന്നതും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവയെല്ലാം അതിജീവിക്കാൻ എത്രമാത്രം ഹൃദയപരിമാത്രതയും എളിമയോടും അതുപോലെ ഈശോ നിരാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കാൻ ഒരു ഉപമ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഒരു വിധവ ഒരു ന്യായാധിപന്റെ അടുത്ത് പോയിട്ട് വീണ്ടും 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 നീതി നടത്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് വരെ വീണ്ടും 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 ആദ്യമുണ്ടായിരുന്ന ശരണത്തോടെയും നിർമ്മല ശ്വാസത്തോടെയും സ്നേഹത്തോടെയും വിജയം വരിക്കാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മക്കാബായസും കൂട്ടർക്കും വിജയം നൽകിയതുപോലെ നിങ്ങൾക്കും വിജയം നൽകും.